Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉഷാറ് മത്തി മുളകട്ടേൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ പുളി ഇപ്പോൾ ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിലെടുത്തതാണ്. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസുള്ള തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. പിന്നെ ചേർക്കുന്നത് കുറച്ച് ചെറുള്ളിയാണ്. അതും ഒന്ന് നടു കീറിയിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ചോള വെളുത്തുള്ളി, അതുപോലൊരു 4 പച്ചമുളക്. ഇനി മുളക് പൊടി ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തണ്ട് വേപ്പില കൂടിയാണ്. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ മത്തിയൊക്കെ ഞാനിപ്പോൾ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മീൻ അതിലെ ഒന്ന് ചാറിൽ മുങ്ങിക്കിടക്കണ വിധത്തിലാക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ കറിയിൽ കിടന്നിട്ട് ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 2 തണ്ട് കൂടി വേപ്പിലയാണ്. അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറി നമുക്ക് ഇനി മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.